വാപ്പാന്റെ ഇമ്മി നന്മ പറഞ്ഞിട്ടുണ്ട്, പറയണം. നമ്മളെ ഗൾഫിക്ക് കൊണ്ടുപോയ ഒരാളുടെ നന്മ പറഞ്ഞിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ സഹായിച്ച ഒരാൾ നമ്മൾ മറക്കൂല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ജീവിതത്തിൽ ഇത്ര വയസ്സിൽ ഒരു 50 വയസ്സിനിടയ്ക്ക് എപ്പോഴെങ്കിലും സോങ്ങളെ അവനാന്റെ പെണ്ണുങ്ങളെ കുറിച്ചൊരു നന്മയോ അവർ ചെയ്യുന്ന അധ്വാനത്തെ കുറിച്ച് ഒരാട് ഒരു മിനിറ്റെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംസാരിച്ചു വെറുതെ ആലോചിച്ചുകൊണ്ടി. വെറുതെ നമ്മുടെ ഭാര്യ ചെയ്യുന്ന അധ്വാനത്തെ കുറിച്ച് ഒരു 2 മിനിറ്റ് ഒരാളോട് ഇത്രയും കാലത്തിനൊക്കെ വെറുതെ ഒന്ന് സംസാരിച്ചു ആലോചിച്ചു നോക്കി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം അറിയില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടാകുന്ന എന്താ അറിയോ? 1000 ആൾ അവിടെ നിന്നാ ഉമർ അള്ളാഹിന് ഇവിടെ നിന്നാണ്ടല്ലോ, ഉമർ റളിയല്ലാഹുവിന് മുന്നിലുണ്ടെങ്കിൽ ഒക്കെ ഇവിടെ നിന്ന് പോകും. സാധാരണ ഊക്കുള്ള മനുഷ്യനല്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന, അല്ലാഹുവേ ഇസ്ലാം അതിജയിക്കണമെങ്കിൽ നിന്റെ തൗഫീഖിന്റെ കൂടെ അബൂജഹലിനെയോ അല്ലെങ്കിൽ ഉമറിനെയോ ഇസ്ലാം കൊണ്ടുവരുന്നതാണ്. ഒരു നാടിനെ മൊത്തം വിറപ്പിച്ച് നിർത്താൻ പറ്റുന്ന ഉശിരു മൂക്കുള്ള ആളോ ഉമർ റളിയല്ലാഹു അൻഹു. സാധാരണ ഊക്കുള്ള ആളൊന്നല്ല. ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു സഹാബി വന്നത്. പെണ്ണുങ്ങൾ മൂപ്പരോട് കച്ചറുണ്ടാക്കുന്നുണ്ട്, അത് പരാതി അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നോക്കും ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ അദ്ദേഹം നിൽക്കുന്നുണ്ട്. ഭാര്യ ഒരു അല്പം സാധാരണതയിൽ കവിഞ്ഞ അല്പം ഒരു ഉയർന്ന സംസാരത്തിൽ അദ്ദേഹത്തോട് സംസാരിക്കണ കേട്ടു. ക്ഷുഭിതരായിട്ടല്ല, അങ്ങനെ കുറച്ചൊരു സംസാരം ഉറക്കെ ശബ്ദമുയർത്തിയിട്ട്. അതിൽ ഇദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് അദ്ദേഹം തിരിച്ചുപോയി. ആ പോണത് ഉമർ റളിയല്ലാഹു കണ്ടു. അദ്ദേഹത്തെ വിളിച്ചു, എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ എന്റെ ഭാര്യ എന്നോട് ഇങ്ങനെ കുറച്ചൊരു പരുഷമായി സംസാരിക്കുന്നു എന്നുള്ള കാര്യങ്ങളോട് പറയാനും അതിന്റെ പരിഹാരം ചോദിക്കാനും വന്നതാണ്. നോക്കുമ്പോ നിങ്ങളുടെ ഭാര്യ ഞാൻ വിചാരിച്ചത്രല്ലെങ്കിൽ എന്നാലും ഒന്നും കൂടി ഒന്ന് ഉയർന്ന് സംസാരിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്, ആ വാക്കാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് എന്താ അറിയോ? ഇന്നഹാ തഗ്സിലു സിയാബി. ഇങ്ങനെ പിടിച്ചിട്ട് പറയാൻ, എടാ ഓളെ ഇന്റെ ഡ്രസ്സ് തിരുമ്പണോളാട്ടോ, ഓള് ഇന്റെ ഡ്രസ്സ് തിരുമ്പണോളാണ്. വതത്ബഖു തുആമി, എനിക്ക് വിശക്കുമ്പോഴേക്കും ഭക്ഷണം ഉണ്ടാക്കി തരുന്നോളാണ് കേട്ടോ. വതർളിഉ വലദി, എന്റെ കുട്ടിയാളെ ഗർഭിണിയായി പ്രസവിച്ച് മുലയൂട്ടിയോളാവോള്. വയസ്കുനു ഖൽബി ബിഹാ മിൻ അനിൽ ഹറാം, ഹറാമായ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകുമ്പോൾ കാക്കായി ചെയ്യണ്ടട്ടോ നിന്നോട് പറയുന്ന ആളാണ്. അങ്ങനെ ജീവിക്കുന്ന അവൾക്ക് ഫഅന അതജാവസു അൻഹാ ഫീ ബഅദി ദാലിക്, ചില സമയത്തെ കോല് പറയണ കേക്കണ്ടടാ, അപ്പോഴല്ലേ നമ്മൾ നല്ല ഭർത്താവാകുക. അവൾക്ക് പറയാൻ നമ്മളല്ലാതെ പിന്നെ ആരാണുള്ളത്? ഞാൻ ചോദിക്കാൻ നമ്മൾ